എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്ത് എനർജി വളരെ ഹൈ ആയിരിക്കുകയാണ് അല്ലെ? യെസ്, ഒത്തിരി സന്തോഷത്തോടെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ടീച്ചറമ്മയുടെ ബ്ലെസ്സിങ്സ്. ഓക്കെ, അപ്പോ ഇനി എല്ലാരും ശ്രദ്ധിച്ചിരുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഡാൻസ് കളിച്ച് ക്ഷീണിച്ചോ? കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒന്ന് റിലാക്സ് ആയിട്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ നിങ്ങളുടെ ലൈഫില് വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? ചിലര് പറയാറുണ്ട്, ഞാനൊരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോവാണ്. അതായത് നമ്മുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? നിരാശയിലാണോ? അതായത് ചുറ്റും നിൽക്കുന്ന ആളുകൾ കളിയാക്കുകയും അതുപോലെ പുച്ഛിക്കുകയും നമ്മുടെ മനസ്സിനെ തകർക്കുന്ന അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? പലരുടെയും അവസ്ഥ ഇപ്പോ കുറെ പേര് ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഇതൊന്നും അല്ല അവസ്ഥ, എനിക്കറിയാം. പക്ഷെ അല്ലാത്ത ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ പലരും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പോ സന്തോഷകരമായ ഒരു ജീവിതം നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും അല്ലെ? അപ്പോ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ക്ലാസ് മൊത്തം കാണുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ എന്നെ ആദ്യമായി കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓക്കെ, യെസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ പുച്ഛിച്ചവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഉയർന്നു നിൽക്കാം എന്നുള്ളതാണ്. അപ്പോ ആരെങ്കിലും നമ്മളെ പുച്ഛിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദനിപ്പിച്ചാൽ അവരിങ്ങോട്ട് ചെയ്തതുപോലെ അതുപോലെ തിരിച്ച് അവരെയും വേദനിപ്പിക്കുക എന്ന കാര്യമാണ് പലരും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ആരെങ്കിലും പുച്ഛിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന നന്മയുള്ള വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാനും പുച്ഛിക്കാനും അല്ലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറച്ച് കാണിക്കാനും ഒന്നും പോവില്ല. അപ്പൊ അങ്ങനെ ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവശാലും നമ്മൾ ഈ ആളുകളുടെ നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാനേ പോകാതിരിക്കുകയാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് നമ്മുടെ എനർജിയെ വല്ലാതെ ഡ്രെയിൻ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എല്ലാവരെയും എത്ര ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്, ഞാൻ എന്തോരം അവരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പോയി പറഞ്ഞ് ഇവര് നമ്മളെ ചീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പുറമേ സ്നേഹം നടിച്ചിട്ട് ഇവര് ഉള്ളില് ആത്മാർത്ഥത ഇല്ലാത്ത അവസ്ഥയാണ്. പലപ്പോഴും ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർത്ത് നമ്മൾ കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം നിങ്ങൾ വിചാരിക്കും ടീച്ചറും എന്നെ ഉദ്ദേശിച്ചാണ്, ഇങ്ങനെ ഓരോ കണ്ടന്റും പറയുമ്പോൾ പലരും കമന്റിൽ ഇടുന്നത് ഞാൻ കാണാറുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? കാര്യം ഞാൻ ഇന്ന് ലൈഫിൽ കടന്നു പോകുന്ന ഈ അവസ്ഥയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന് കഴിഞ്ഞ പ്രീ ക്ലാസ്സിൽ ഞാൻ തന്ന നമ്മളോട് അസൂയുള്ള ആൾക്കാരുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പൊ ഓരോരുത്തരും അതിന്റെ താഴെയുള്ള കമന്റ് നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. അവർക്ക് തോന്നിയത് ആ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ അവസ്ഥയാണ് ടീച്ചർമ്മ പറയുന്നത് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? കാര്യം നമ്മളെല്ലാവരും കടന്നു വന്ന അവസ്ഥ ഇതാണ്. അപ്പൊ ആ പുച്ഛിച്ചവരുടെ മുമ്പിൽ, ആ അത്രയും വേദനിപ്പിച്ചവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഉയർന്നു നിൽക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാതെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് നിരന്തരം ശ്രമിക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. നമ്മൾ ഇവരെ ഇങ്ങനെ നോക്കുമ്പോൾ, ഇവരെ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ പ്രയാസം വരുന്നത്. ശരിയല്ലേ? നമ്മൾ എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇവരെന്താ ഇങ്ങനെ. ഈ ആളുകളെ എല്ലാരെയും മാറ്റിയെടുത്തിട്ട് നമ്മൾ സന്തോഷിക്കാം എന്ന് വിചാരിച്ചാല് കടലിലെ തിര ഒഴിഞ്ഞിട്ട് നമ്മൾ കപ്പൽ ഓടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ശരിയല്ലേ? നമ്മൾ ഇവരെയൊക്കെ നന്നാക്കി എടുത്തിട്ട് നമുക്ക് സന്തോഷിക്കാം, ജീവിക്കാം എന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞും കൊണ്ടിരുന്നാല് വിത്തുകളൊട്ട് നന്നാവത്തുമില്ല, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനും പറ്റില്ല. നമ്മുടെ സന്തോഷം ഇവരിൽ ആരിലും ഡിപ്പെൻഡന്റ് അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ഇവരെന്തൊക്കെ പറഞ്ഞോട്ടെ, എന്തൊക്കെ ചെയ്തോട്ടെ, എങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിക്കാം അതൊക്കെ ചെയ്തോട്ടെ, അവരുടെ കർമ്മഫലം അവർക്ക്, അല്ലെ, അവര് ചെയ്യുന്ന ആ തെറ്റിന്റെ ഫലം ഒക്കെ അവർക്ക് ലഭിച്ചോളും. പിന്നെ നമ്മൾ എന്തിനാ ഇതെല്ലാം കാണുന്ന ഒരു ഈശ്വരൻ മുകളിലില്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ അവിടെ സമർപ്പിച്ചാൽ പോരെ. നമ്മൾ എന്തിനാ ഇവരോടൊക്കെ മല്ലിടാനും ഇവരോടൊക്കെ റിപ്ലൈ കൊടുക്കാനും ഇവരോട് നമ്മൾ ദേഷ്യം കാണിക്കാനും ഒന്നും പോണ്ട. ശരിക്കും ഇങ്ങനെയുള്ള ആളുകളോടുള്ള ഏറ്റവും മധുര പ്രതികാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? മധുര പ്രതികാരം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും പ്രതികാരം ചെയ്യണമെന്നല്ല. അതൊരു സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്ന ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്. അതായത് നമുക്ക് അവരുടെ മുമ്പിൽ ഏറ്റവും സക്സസ് ആകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ മുന്നിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കുക. ഇവര് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവരെന്നെ അത് പറഞ്ഞു, ഇവരിത് ചെയ്തു, ഇവരിങ്ങനെ പെരുമാറി, അത് ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാര് സന്തോഷിക്കുക. അവൾ ഏത് സമയം മൂങ്ങിക്കൊണ്ടിരിക്കും, എന്ത് പറഞ്ഞാലും മൂങ്ങിക്കോളും. അവര് നമ്മളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന കാണുമ്പോൾ അവർ നമ്മൾ കാണാതെ പൊട്ടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീവ് എ ഹാപ്പി ലൈഫ്. എപ്പോഴും നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് നമ്മൾ ആസ്വദിക്കണം. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കുന്നുണ്ട്? എത്ര പേര് ലൈഫ് ആസ്വദിക്കുന്നുണ്ട്? ലൈഫിൽ ഓരോ മൊമെന്റിനെയും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളൊരു യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് നോക്കട്ടെ. എത്ര പേര് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ലീവ് എ ഹാപ്പി ലൈഫ്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. ലീവ് എ പീസ്ഫുൾ ലൈഫ്. സമാധാനത്തോടെ ജീവിക്കുക. സെലിബ്രേറ്റ് യുവർ ലൈഫ്. എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു വാക്ക, ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുക, ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക. ലൈഫിൽ ഓരോ സെക്കൻഡിനെയും ഓരോ പരമാണുവിനെയും നമ്മൾ ആഘോഷിക്കണം. എൻജോയ് യുവർ ലൈഫ്. അല്ലാണ്ട് ഇനി തീരുമാനിക്കുക. ടീച്ചറമ്മ പറഞ്ഞത് ശരിയാണ്. എത്രയോ പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്നോട് പറയാറുണ്ട്, ടീച്ചറമ്മ പറഞ്ഞ ഓരോ വാക്കും ഞങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളുടെ ലൈഫൊക്കെ എന്തോരം മാറി, കരഞ്ഞ് ജീവിച്ചിരുന്ന ഞങ്ങൾ ഇന്ന് അത്രയും സന്തോഷത്തിലാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ കട്ടിലിൽ തളർന്നു കിടന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിന് കൊടുത്തൊരു വാക്ക്, യൂണിവേഴ്സ് എന്നെ ഒന്ന് എഴുന്നേക്കാൻ സഹായിക്കുക, എനിക്കൊന്ന് നൂന്ന് നിൽക്കാൻ, ഒന്ന് നടക്കാൻ ദൈവമേ എനിക്കൊരു കൃപ നീത്താ. അത് തന്നാൽ എന്റെ ഇനിയുള്ള ലൈഫ്, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കും എന്നുള്ളത് ദൈവത്തിന് കൊടുത്ത വാക്ക്. അതുകൊണ്ടാണ് വീഡിയോസിലൂടെ ആണെങ്കിലും ലൈവിലൂടെ ആണെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ സന്തോഷത്തിലേക്ക് എത്തണം. ടീച്ചർമാർ അറിയുന്ന ആ ഒരു അലൈൻമെന്റ്, അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം. ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളവർക്കറിയാം അതിന്റെ സുഖം, അതിന്റെ സന്തോഷം അനുഭവിക്കാത്തവർ ശരിക്കും ജീവിക്കുന്നില്ല. നിങ്ങൾ ഒരു ദിവസം ആ അലൈൻമെന്റിൽ എത്തിക്കഴിയുമ്പോ നിങ്ങൾ ചോദിക്കും, ടീച്ചറമ്മ എന്തുകൊണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തിന് മുമ്പ് എനിക്കിതൊന്നും മനസ്സിലാക്കി തന്നില്ല? ജീവിതം ഇത്രയും സുഖകരമായിരുന്നു, ഇത്രയും സന്തോഷം, ഇത്രയും മനസ്സമാധാനത്തോടെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു അലൈൻമെന്റിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവർ തന്ന ആ വേദനയും പേറി നമ്മൾ തകർന്നടിഞ്ഞ് കരഞ്ഞ് ജീവിച്ചാൽ അവർക്ക് എന്ത് ചെയ്തോ? അവർക്കൊരു പ്രശ്നവുമില്ല. അവരത് കണ്ട് ചിരിക്കത്തേ ഉള്ളൂ. അപ്പോ നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത്. 85% ആളുകളും ലോകത്ത് നെഗറ്റീവ്. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ സക്സസിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നവര്. അപ്പോ മറ്റുള്ളവരോടുള്ള പക, ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് നമ്മളെ നശിപ്പിക്കും. നമ്മൾ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് മാപ്പ് കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക, പൊറത്തു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സില് 1 PM ക്ലാസ്സില് പങ്കെടുത്തൊരു സ്റ്റുഡന്റ് 2 ദിവസം മുമ്പ് എന്നോടൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന വെച്ചാൽ, പുള്ളിക്കാരിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ആ സ്റ്റുഡന്റ് ഇതിലുണ്ടെങ്കിൽ നിങ്ങളോട് നേരിട്ട് ആ കുട്ടി പിന്നെ സ്റ്റോറി പറയും. എത്രയോ വർഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-11 വർഷമായിട്ട് നട്ടലിന് ഈ ബാക്ക് പെയിൻ പ്രോബ്ലമായിട്ട് വിഷമിക്കുകയായിരുന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്നു, കംപ്ലീറ്റ് ബെഡ് റൺ സ്റ്റേജ്. അതായത് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഒന്ന് ആരുടെങ്കിലും സഹായമില്ലാതെ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരു ഫൊർഗീവ്നെസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിലെത്തി ഫൊർഗീവ്നെസ് കൊടുത്തു, ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പം 1 മണിക്കൂർ വരുന്ന ക്ലാസ് എഴുന്നേറ്റിരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. മറ്റൊരു 5 മിനിറ്റ് തികച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഡാൻസ് ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പൊ
ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഈ ദേഷ്യവും പകയൊക്കെ നമ്മളൊന്ന് പുറത്തു കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ എത്രയും വർഷങ്ങളായിട്ടുള്ള ഹെൽത്ത് ബ്ലെസ്സിങ് ഹീലാവാൻ തുടങ്ങി. ഫോക്കസ് ഓൺ ഗ്രോത്ത്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വളർച്ചയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അതായത് ഒരു മനുഷ്യർക്കും തകർക്കാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് മൈൻഡ് ആയിരിക്കണം നമ്മളുടേത്. പല ആളുകളും ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ തകർന്നടിയാതെ, ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ ഒരു 10-15 കൊല്ലം ഈ പറഞ്ഞ പുച്ഛത്തിന്റെ ഇരയായിരുന്നു. എല്ലാവർക്കും പുച്ഛമായിരുന്നു എന്നോട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും ഇല്ല. അപ്പൊ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിൽ കാണാത്ത തെറ്റുകൾ പോലും എന്റെ മുകളിൽ ആരോപിച്ചിട്ട് ഞാൻ കരഞ്ഞു ജീവിക്കുകയായിരുന്നു. എന്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്, ദൈവമേ ഇതാണോ നിന്റെ സത്യം, ഇതാണോ നിന്റെ നീതി? കാര്യം നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കല്ലേ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം. നമുക്ക് താങ്ങായിട്ട് നിൽക്കേണ്ടവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തി. ആ 2 കുഞ്ഞു മക്കളെയും കൊണ്ട് പൊരുതിയാനും ജീവിച്ചത്. ആരും ഉണ്ടായിരുന്നില്ല ഒരു സപ്പോർട്ടിനായിട്ട്. അപ്പൊ അത്രയും വേദനയിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ പുച്ഛിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിച്ചിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകും. അത് അവരോടുള്ള ദേഷ്യവും വിരോധവും ഒന്നും കൊണ്ടല്ല. ആരോടും ദേഷ്യവും വിരോധവും സൂക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാര്യം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ നന്മയിലാണ് ജീവിച്ചെങ്കിൽ, നമ്മൾ എന്തിനും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തലകുനിക്കണം. ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതും കണ്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ച് കരഞ്ഞ് നമ്മൾ ജീവിക്കാൻ പാടില്ല. അന്ന് ഞാൻ ശപഥം എടുത്തൊരു കാര്യം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കുണ്ടായിരുന്നൊരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ആരോരും ഇല്ലാത്തവൾ എന്നുള്ളതായിരുന്നു. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ഒരു കാര്യത്തിനും ആരും കൂടെ നിൽക്കാത്ത ആരോരും ഇല്ലാത്തവൾ. ആ ആരോരും ഇല്ലാത്തവളിൽ നിന്ന് ഇന്ന് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, 1,00,000 സബ്സ്ക്രൈബറിലേക്ക് എത്താൻ ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോവാണ്. എന്റെ ഫാമിലിയിലെ ഫസ്റ്റ് സെൽഫ് മെയ്ഡ് മില്ലനെയർ ആയിട്ട് ഞാൻ മാറി. അപ്പൊ ടീച്ചറമ്മ എന്തുകൊണ്ട് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പലരും പുതിയ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കറിയില്ല. അവർ വിചാരിക്കുന്നത് ടീച്ചറമ്മ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച് അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാ പെർഫെക്റ്റ് ലൈഫിലും ജീവിച്ചത് കൊണ്ടാണ് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുന്നത്. അല്ല മക്കളെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയി. ഞാൻ ഒന്നും തുറന്നു പറയാത്തത്, ഞാൻ ഒരു മനുഷ്യനെ പോലും, ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ ഇട വരുത്തരുതേ ദൈവമേ എന്ന് കരുതി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ആരുടെയും പേരെടുത്ത് പറയുക, ആരെയും വേദനിപ്പിക്കുക ഒന്നും ചെയ്യാത്തത്. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അപ്പൊ ആ പുച്ഛിച്ചവരുടെ ഒക്കെ മുന്നിൽ അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, എനിക്ക് വിജയിക്കണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും നേടിയത്. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു സക്സസിലേക്ക് എത്തിയത്? നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ മുന്നിൽ, പുച്ഛിച്ചവരുടെ മുന്നിലൊക്കെ ഉയർന്നു നിൽക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, സ്റ്റേ പോസിറ്റീവ്. നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോസിറ്റീവായി ജീവിക്കണം എന്ന് പറയുമ്പോൾ പലരും പറയും, ഇതൊക്കെ ഒരു ഏലിയൻ കൺസെപ്റ്റ് അല്ലേ, നടക്കൂ? ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എങ്ങനെ പറ്റും എന്ന് പലർക്കും തോന്നും. പക്ഷെ അത് പോസിബിൾ ആണ്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിഷമിച്ച് വേദനിച്ച് ജീവിച്ചാൽ നമ്മുടെ ലൈഫിന്റെ ഗ്രാഫ് താഴേക്ക് പോയി, നമ്മുടെ ഫ്രീക്വൻസി താഴേക്ക് പോയി, നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നും നേടാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് യുവർ ബൗണ്ടറീസ്. നിങ്ങൾ എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യണം. എല്ലാവരോടും ഒരുപോലെ സഹകരിക്കാൻ പോകരുത്. ആരോടൊക്കെ സഹകരിക്കണം, ആരെയൊക്കെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. നെഗറ്റീവായിട്ടുള്ള ആളുകളോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരാൻ സഹായിക്കാത്ത, വിജയിക്കാൻ സഹായിക്കാത്ത, എപ്പോഴും ഈ പറഞ്ഞ നെഗറ്റീവ് മൈൻഡ് സെറ്റും അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരോട് അവരെയൊക്കെ ഒഴിവാക്കി നിർത്തുക. പിന്നെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു ഹായ് ഹലോ റിലേഷൻഷിപ്പ് വെച്ചാൽ മതി, കൂടുതൽ അടുപ്പത്തിന് നമ്മൾ പോകരുത്. കാരണം പല ആളുകൾക്കും അറിയില്ല അവര് നെഗറ്റീവ് ആണെന്ന്. പലരും ചിന്തിക്കുന്നത് എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആണ് എന്നാണ് അവരുടെ ഒരു ധാരണ. പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴാണ് പലരും റിയലൈസ് ചെയ്യുന്നത്, അവർ വിചാരിച്ചിരുന്നത് അവർ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തോട്ട് പ്രോസസ്സ്
നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ഓൺ യുവർ ഇന്നർ പീസ്, നമ്മുടെ ആന്തരിക സമാധാനത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക. നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കാൻ ഒരു മനുഷ്യനെയും നമ്മൾ അനുവദിക്കാതിരിക്കുക. നമ്മൾ അനുവദിക്കാതെ ആർക്കും നമ്മളെ തകർക്കാനും വേദനിപ്പിക്കാനും പറ്റില്ല. ഇവര് വേദനിപ്പിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ അവരോട് വഴക്കിടാനും മത്സരിക്കാനും അവരോട് തിരിച്ചു പറയാനും ഒന്നും പോണ്ട. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട എന്താ, എന്നെ കാണുന്ന ഒരു ഈശ്വരൻ എന്റെ കൂടെയുണ്ട്, എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെയുണ്ട്, എന്റെ പ്രപഞ്ച ശക്തി എന്റെ കൂടെയുണ്ട്, എന്നെ ഓരോ നിമിഷവും കാണുന്നുണ്ട്, എന്റെ മനസ്സ് എന്താണെന്ന് എന്റെ ദൈവം കാണുന്നുണ്ട്. ആരെന്തോ ചെയ്തോട്ടെ, ഞാൻ അതിനൊന്നും മറുപടി പറയാനോ ഒന്നും അവരോട് പെരുമാറാനോ പോകുന്നില്ല. നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുക, പ്രപഞ്ച ശക്തിയില് സറണ്ടർ ചെയ്ത് ജീവിക്കുക. എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല മനസ്സമാധാനവും അതുപോലെ നമ്മുടെ ചിന്തകളെയൊക്കെ നമ്മുടെ കൺട്രോളിൽ നിൽക്കാനായിട്ടും അത് സഹായിക്കും. അതുപോലെ എല്ലാ ദിവസവും ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, അതൊക്കെ നമ്മുടെ മനസ്സ് നല്ല കാമാക്കി വെക്കാനായിട്ട് സഹായിക്കും. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഈ ആളുകളിലേക്ക് ഫോക്കസ് കൊടുത്ത് അവരെ ഇവരെ നോക്കി അത് ഒന്നിലേക്ക് നോക്കാൻ പോകണ്ട. നമ്മൾ നമ്മളിൽ ഫോക്കസ് കൊടുത്ത് നമ്മളെന്ന വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അടുത്തത് സ്റ്റേ ഗ്രൗണ്ടഡ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. ശരിക്കും നമ്മള് എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങൾ അതിൽ കുറിച്ച് വെക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം വർദ്ധിക്കും, നമ്മൾ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കും. നമ്മൾ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലൈഫിൽ ഇനി എത്ര സക്സസ് ഉണ്ടായാലുണ്ടല്ലോ, എപ്പോഴും അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ലൈഫിൽ ഒരു അത്രയ്ക്കും സക്സസും മാനിഫെസ്റ്റേഷനും ഒക്കെയാണ് നടക്കുന്നത്. ഇത്രയും മാനിഫെസ്റ്റേഷൻ നടന്നിട്ട് ഇത്രയും വലിയ സക്സസ് നേടിയിട്ട് എന്റെ മനസ്സിനെ അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. കാര്യം എന്താ, നമ്മൾ അത്രയും നന്ദിയിൽ ജീവിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന അവസ്ഥ, അത്രയും നന്ദിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു അഹങ്കാരമോ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റോ ഒരു ഞാനെന്ന ഭാവം ഈഗോ ഒന്നും നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യില്ല. കാര്യം എന്താ, എല്ലാം യൂണിവേഴ്സ് നമുക്ക് തന്ന ദാനമാണ് എന്നൊരു വലിയ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോ നിങ്ങൾക്ക് നന്ദി തോന്നുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി കുറിച്ച് വെക്കുക. അതുപോലെ നമ്മളെ വേദനിപ്പിച്ചവർക്കും പുച്ഛിച്ചവർക്കും ഒക്കെ നമ്മൾ നന്ദി പറയുക. പലരും ചോദിക്കും, നമ്മളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എന്തിനാ അവർക്ക് നന്ദി പറയുന്നത്? കാര്യം എന്താ, ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ആരാ? നമ്മളെങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നവരാണോ? അല്ല. ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന നമ്മളെ തകർത്തിട്ടുള്ള വ്യക്തികളാണ്, പുച്ഛിച്ചിട്ടുള്ള വ്യക്തികളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ വളർത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ സ്ഥിരം പറയാറുണ്ട് ഡയലോഗ്. എന്താണ്? ഇൻസൾട്ടുകളാണ് മുരളി ശരിയായ ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ, പുച്ഛിച്ചിട്ടുണ്ടോ? സൂപ്പർ, അടിപൊളി. എന്താണ്? അവരോട് നന്ദി പറയുക, താങ്ക് യു സോ മച്ച്. കാര്യം എന്താ, ആ ഒരു ഇൻസൾട്ടിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് എന്തായാലും വിജയിക്കണം. എന്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ ആ വിജയിക്കണം എന്നുള്ള ആ ഒരു ബേണിംഗ് ഡിസയറിനെ നിങ്ങൾ എരിച്ചു കൊടുത്താൽ മതി. ഓരോ ദിവസവും എരിക്കണം. ഇതിങ്ങനെ പുറമെ നിന്ന് ആരും നമ്മളെങ്ങനെ പുഷ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉള്ളിൽ ആ ഒരു അഗ്നി ഇങ്ങനെ എരിക്കണം. എനിക്ക് വിജയിക്കണം, വിജയിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് വിജയിക്കണം എന്ന് ചിന്തിക്കും തോറും ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ വിജയിക്കാൻ സഹായിക്കുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെ ഒക്കെ നമ്മളിലേക്ക് കണക്ട് ആക്കി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ സക്സസിൽ നിന്ന് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അലൈൻമെന്റിലാണെങ്കിൽ ലൈഫ് ബിക്കം സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ നിന്നു കൊടുത്താൽ മതി, തന്നെ ഓരോ സക്സസ് നമ്മളിലേക്ക് വന്നു നിറയാം. നമ്മൾ ഒരു മനുഷ്യരിലേക്ക് നോക്കാൻ പോണ്ട. ആരെയും നമ്മൾ വിചാരിക്കും പലരെയും നന്നാക്കി എടുത്തിട്ട്, ചിലപ്പോൾ നമ്മൾ ശരിക്കും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറയുക, എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അല്ലെ. തകർന്നു പോകും നമ്മൾ. അത് നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ഓർത്തൊരിക്കലും കരയല്ലേ. എപ്പോഴും നമ്മളെ കാണുന്ന യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ടീച്ചറമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ വന്ന് ഫ്രീ ക്ലാസ്സും ലൈവിലും ഒക്കെ വന്ന് നിങ്ങൾക്ക് എപ്പോഴും മെന്റലി നിങ്ങൾക്ക് സ്ട്രോങ് ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും. ചിലർ ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കടബാധ്യതയും പ്രശ്നങ്ങളും ഒക്കെ. ചിലർ ചിന്തിക്കും മതിയാക്കാം ഈ ജീവിതം, മടുത്തു,
ഇനി ഈ ഭൂമിയിൽ നിന്ന് പോകാമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലോ പരിചയക്കാർക്കിടയിലോ ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പലർക്കും അറിയില്ല. അവരെപ്പോഴും മടുത്തു മതിയായി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അവരവരുടെ ലൈഫിൽ അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഓർക്കാണ്, എന്റെ അമ്മ പണ്ട് സ്ഥിരം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അമ്മ ഇപ്പൊ മരിച്ചിട്ട് 20 വർഷത്തിൽ കൂടുതലായി. അപ്പൊ അമ്മ പറയുന്ന ഒരു സെന്റൻസ്, ഓ മടുത്തു, അങ്ങ് മതിയാക്കി അങ്ങ് പോയാ മതിയായിരുന്നു. എന്നും രാവിലെ ഒരു പാട്ട് പാടുന്ന പോലെ അമ്മ പറയുന്ന ഒരു സെന്റൻസ് ആയിരുന്നു. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അമ്മ പോയി. അപ്പോ നമ്മൾ നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ആ പറയുന്ന വാക്കുകളൊക്കെ റിയാലിറ്റി ആകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക. എനിക്ക് ജീവിക്കണം, വിജയിക്കണം. എത്ര കടബാധ്യത ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മറികടന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേരൻസ് എനിക്ക് ഭയങ്കര സ്നേഹവും ഒന്നും തന്ന് വളർത്തിയതല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനോടൊക്കെ അവരോട് നന്ദിയാ പറയുന്നത്. അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു. അവരെ തന്നില്ല, അവരെ കുറ്റം പറയുന്നില്ല. കാര്യം പേരൻസ് എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, പേരൻസ് ആർ വിക്ടിംസ് ഓഫ് വിക്ടിംസ്. അവർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹം കൊടുക്കണം എന്നുള്ളതൊന്നും അവർക്ക് അറിവില്ലായിരുന്നു. ചിലപ്പോൾ അവർക്ക് അവരുടെ പേരൻസിൽ നിന്നോ അവരുടെ സൊസൈറ്റിയിൽ നിന്നുള്ള മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടിയ അറിവതായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ബിഹേവ് ചെയ്തത്. പക്ഷെ ഞാൻ അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം എന്താണ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം ഞാൻ എന്റെ ചെറുപ്പം മുതലേ ലാക്ക് ചെയ്തിരുന്ന ഒരു കാര്യത്തിനാണ് ആ ഒരു സ്നേഹം കിട്ടാതെ വളർന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരണം, വിജയിക്കണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിൽ പലരും എന്നെ പോലെ ആ ഒരു അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. അവരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ലൈഫിൽ എല്ലാ സാഹചര്യങ്ങളും ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് പേരൻസും മറ്റുള്ളവരും ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നവർക്ക് വളരണം എന്നൊരു ചിന്ത ഉണ്ടാവില്ല. കാര്യം അവരൊരു കംഫർട്ട് സോണിനുള്ളില്ല. നമുക്കൊരു ചാലഞ്ച് വരുമ്പോഴേ നമ്മൾ ലൈഫിൽ വളരണമെന്ന് ചിന്തിക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വിഷമിക്കാതെ ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, ഈ സാഹചര്യങ്ങൾ എനിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് വിജയിക്കണം എന്ന് തോന്നുന്നത്. നിങ്ങൾ ഓപ്ര വിൻഫ്രയുടെ കഥ കേട്ടില്ല? ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അബ്യൂസിലും ഒക്കെ വളർന്നു വന്നൊരു പെൺകുട്ടി. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അവളുടെ ബാല്യകാലം. അത്രയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ അമ്മൂമ്മയും അമ്മയും ആന്റിമാരും ഒക്കെ വെള്ളക്കാരുടെ വീട്ടിലെ അടുക്കള ജോലിക്കാരായിരുന്നു. അപ്പോ ഓപ്രയുടെ അമ്മൂമ്മ ആഗ്രഹിച്ചതും ഓപ്ര ഏതെങ്കിലും ഒരു വെള്ളക്കാരന്റെ വീട്ടില് ജോലിക്കാരി ആക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഓപ്ര തന്റെ മനസ്സിൽ ചിന്തിച്ചു, എനിക്കൊരിക്കലും ഒരു ജോലിക്കാരിയായി മാറണ്ട. ഓപ്ര വലിയ സ്വപ്നങ്ങൾ കണ്ടു, ജീവിതത്തില് വിജയിക്കുന്നതായിട്ടും അതുപോലെ തന്റെ ഫ്യൂച്ചർ എങ്ങനെയായി തീരണമെന്നൊക്കെ നിരന്തരം മനസ്സിൽ സ്വപ്നം കണ്ട് കറുത്ത വർഗക്കാരിയായ അവരിന്ന് ഒരു ശതകോടീശ്വരിയാണ്, ബില്യനെയർ ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ ഓപ്ര വിൻഫ്രേ ഷോ ചരിത്രത്തിലെ ഏറ്റവും റേറ്റഡ് ടോക്ക് ഷോ ആയി മാറി. അപ്പൊ മനസ്സു വെച്ചാൽ ആർക്കും വിജയിക്കാം എന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഓപ്ര വിൻഫ്രേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. പലരും ചിന്തിക്കും എന്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, എന്റെ പിന്നെ അച്ഛനപ്പൂപ്പന്മാരുടെ ഞങ്ങൾ പാവപ്പെട്ടവരാ, സാമ്പത്തികമില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. എന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് ഓപ്ര വിൻഫ്രേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സ്ട്രോങ് ലേഡി പേഴ്സണാലിറ്റീസിനെ. കാര്യം എന്താണ്, ഇപ്പോ BK ശിവാനി, ഓപ്ര വിൻഫ്രേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അതിശക്തമായിട്ടുള്ള സ്ത്രീകളാണ്, സ്ത്രീ രത്നങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അവരത്രയും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്കും നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നും പറന്നുയർന്ന് എന്തുകൊണ്ട് നാളെ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കൂടാ? എത്ര നല്ല തോട്ടാ. ഓരോരുത്തരും ചിന്തിച്ചു നോക്കേ. കരഞ്ഞ് വേദനിച്ച് വിഷമിച്ച് തളർന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ തന്റെ പ്രതിസന്ധികളോട് മല്ലിട്ട് ഉയർന്നു വരാനായിട്ട്, വിജയിക്കാനായിട്ട് എത്ര പേര് ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ചാലഞ്ചസ് വരുമ്പോ പലരും തകർന്നടിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം,
എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും എനിക്കും ഉയർന്നു വന്ന് നാളെ എന്റെ സ്റ്റോറി എനിക്ക് ലോകത്തിന് മുന്നിൽ പറയണം. എനിക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യണം, പ്രത്യേകിച്ചും സ്ത്രീകളെ. ഇപ്പോ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ സ്ത്രീകൾക്ക് ഞാനൊരു സപ്പോർട്ട് കൊടുക്കുന്നത്. കാര്യം ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം. ഒരു മനുഷ്യന്റെ മുമ്പിലും പോയി കൈ നീട്ടരുത്, എനിക്ക് ഇന്നതിന് പൈസ തായോ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മുമ്പിലും മക്കളുടെ മുമ്പിലും ഒന്നും കൈ നീട്ടാതെ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് എല്ലാവരും ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്തണം. അതിശക്തരായ സ്ത്രീകളായിട്ട് എല്ലാവരും മാറണം. നമുക്കതിന് പറ്റും. ആനയുടെ കാര്യം പറഞ്ഞ പോലെ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതുപോലെ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നോക്കി അവനവനെ തന്നെ വളരെ വില കുറച്ച് കാണുകയാണ് പലരും ചെയ്യുന്നത്. നമ്മുടെ കഴിവും നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുക. ആരും മനസ്സ് വെച്ചാൽ ഏത് ലെവലിലേക്കും എത്താൻ പറ്റും. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമുക്ക് ചുറ്റും എപ്പോഴും നല്ല പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ദിവസവും ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ, അന്നത്തെ ദിവസം മുഴുവൻ ഹൈ എനർജിയിൽ നിൽക്കാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ ഇതിങ്ങനെ കാണുക. ഇത് നമ്മളെ കൂടുതൽ 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 പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളെ വളരാൻ സഹായിക്കുന്ന, നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്ന നല്ല ആളുകളുമായിട്ട് മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പ്, അതിൽ നിങ്ങൾക്ക് ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളിൽ മാത്രം കണക്റ്റഡ് ആയിരിക്കാം. ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളിലും ആവശ്യമില്ലാത്ത ആളുകളുമായിട്ടുള്ള സഹകരണം ഒക്കെ നമ്മൾ നിർത്തും. നമ്മുടെ മനസ്സിനെ ഹെൽത്തി ആക്കി വെക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് റീഡിങ് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം എത്ര സമയം വായിക്കാറുണ്ട്? എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുവോ അത്രയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ കോഴ്സുകളും എടുത്ത് പഠിക്കുന്നത്. എന്തിനാ പഠിക്കുന്നത്? കൂടുതൽ കൂടുതൽ നമ്മൾ അറിവ് നേടുമ്പോൾ അത്രയും നമ്മുടെ ബോധതലം ഉയരും. അത്രയും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ദിവസവും വായിക്കണം. നമ്മൾ ആ അറിവുകൾ നേടണം. അതുപോലെ തന്നെ നമുക്കൊരു മെന്റർ ലൈഫിൽ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവര് ഫെബ്രുവരി 1-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ജോയിൻ ചെയ്യുക. ടീച്ചർമാർ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ എക്സാക്ട്ലി ചെയ്ത് നോക്ക്, നിങ്ങൾ അലൈൻമെന്റിലേക്ക് എത്തിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫിലെ 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പുസ്തകത്തിൽ എഴുതുന്നത്. നമ്മൾ ആ പുസ്തകം കുറച്ച് ദിവസം കൊണ്ട് വായിക്കുമ്പോൾ തന്നെ ആ അറിവുകളെല്ലാം നമ്മളിലേക്ക് എത്തുകയാണ്. ഇനി ചിലർക്ക് പുസ്തകം വായിക്കാൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് കേൾക്കാം. അപ്പൊ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കാം. നമുക്കറിയാം, വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമല്ല. പലരും പറയും അവര് കാരണമാണ്, ഇവര് കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയത്. ആരുമല്ല, നമ്മളാണ് നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്റർ. അപ്പോ നമുക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? നമ്മുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഉള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ എങ്ങനെയുള്ള ആക്ഷൻ ആണ് എടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ആവുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ നല്ല പവർഫുൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പവർഫുൾ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ആക്കാൻ പറ്റും. നമുക്ക് ഭാവിയിൽ വിജയിക്കണമെങ്കിൽ അന്ന് ചിന്തിച്ചാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഈ വർത്തമാന കാലത്തെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അതുപോലെ വർത്തമാന കാലത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ജയിക്കാൻ പറ്റൂ. അതിനായിട്ട് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഓരോ ദിവസത്തെയും നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു ദിവസത്തെ ഏറ്റവും പവർഫുൾ ആക്കണമെങ്കിൽ ആ ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് ടൈം ഏതാണ്? ആ ഒരു മോർണിംഗ് ടൈം. ആ മോർണിംഗ് ടൈമിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം. രാവിലെ വളരെ പവർഫുൾ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം നല്ലതാകും. നിങ്ങൾക്ക് മെഗാമീറ്റ് ഗ്രൂപ്പിലെ ടീച്ചർമാർ മോട്ടിവേഷൻ തരുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ ഹൈ എനർജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മൊത്തം നമുക്ക് ആ ഹൈ എനർജിയിൽ ഇരിക്കാൻ പറ്റും. എന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, എന്നെ പുച്ഛിച്ചവരുടെ മുന്നിൽ വിജയിക്കണം എന്നൊരു ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം.
നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആവും, ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ ജീവിക്കാം. നമ്മൾ പ്രപഞ്ച ശക്തിയിൽ നമ്മളെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവാം. നമ്മുടെ കൂടെ ആരൊക്കെ ഇല്ലെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല സാഹചര്യങ്ങളും നമ്മളിലേക്ക് വരും. ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുക. എന്നിട്ട് വീണ്ടും ഫോക്കസ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊടുത്ത് നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കാം. ഒരു മനുഷ്യർക്ക് നമ്മളെ തടയാൻ പറ്റില്ല. നമ്മൾ വിജയിയാകുന്നതിൽ നിന്നും വേറൊരാൾക്കും നമ്മളെ തടയാൻ പറ്റില്ല. നമുക്കല്ലാതെ ഒരു മനുഷ്യർക്ക് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബി അൺസ്റ്റോപ്പബിൾ. ലൈഫിൽ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ടാലൻസും പുറത്തു വരത്തുള്ളൂ. അപ്പോ അതിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നെഗറ്റീവ് ആളുകളും നെഗറ്റീവായിട്ടുള്ള ചാലഞ്ചസും ഒക്കെ വെല്ലുവിളികളൊക്കെ വരുന്നത് ഇതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാനാണ്. സ്വർണം നമ്മൾ കണ്ടിട്ടില്ലേ, സ്വർണം തീയിലിട്ട് ഉരുക്കുമ്പോഴാണ് കൂടുതൽ പ്യോർ ആകുന്ന, ശുദ്ധമാകുന്നത്. അതുപോലെ നമ്മളെങ്ങനെ ഉരുക്കിയെടുക്കുകയാണ് കൂടുതൽ മികച്ചവരാകാനായിട്ട്. അപ്പോ ഓരോ ദിവസത്തെയും നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം. നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുക. ആ ലൈഫ് പർപ്പസിൽ നമ്മൾ ജീവിക്കുക. നമ്മളുടെ ഗോൾഡ് ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ലൈഫ് പർപ്പസ് കണ്ടെത്തേണ്ടതെന്ന്. നമ്മൾ ആ ലൈഫ് പർപ്പസിൽ ജീവിക്കുമ്പോഴാണ് ശരിയായ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുക. പലരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ആ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോ നമ്മുടെ ലൈഫിൽ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഫെയിലുവേഴ്സിനെ ഒക്കെ നമ്മൾ മറന്ന് നമ്മൾ മുന്നോട്ട് അതിശക്തമായിട്ട് പോവുക. നമുക്കറിയാം, നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് എല്ലാവർക്കും ഫെയിലുവേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫെയിലുവേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്നാ പറയുക. വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ പരാജയങ്ങളെല്ലാം. അതുകൊണ്ട് എനിക്ക് പരാജയം വന്നു, ലൈഫിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്നലെ വരെ എന്തായിരുന്നു, അത് മാറ്റർ ചെയ്യുന്നില്ല. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്രത്തോളം നിങ്ങൾ പരാജയപ്പെട്ടോ, എത്രത്തോളം നിങ്ങളൊരു പരാജിതനാന്ന് തോന്നുന്നു, അതിന്റെയൊക്കെ 1000 ഇരട്ടി മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടുമാണ് ഞാൻ പറയുന്നത്. അത്രയും പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് വേദനിപ്പിച്ചവരോട്, പുച്ഛിച്ചവരോടൊക്കെ നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. അവരാണ് ശരിക്കും ജീവിതം എന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരാണ് നമ്മളെ വളർത്തുന്നത്. എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക, ഐ എം എ വിന്നർ. ഞാനൊരു പരാജിതനാണ്, ഞാൻ തോറ്റ് ജീവിക്കുകയാണ്, എല്ലാവരും എന്നെ തകർത്തു. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുന്നതിന് പകരം സ്വയം നമ്മുടെ ഉള്ളിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുക. ഐ എം എ വിന്നർ, ഞാൻ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു വിന്നറിന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഒരിക്കലും ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ആവരുത്. ഒരു വിജയിയുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മളാണ് നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്റർ. സോ ക്രിയേറ്റ് യുവർ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ. അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. വിജയിക്കാൻ വേണ്ടി ഓരോ നിമിഷവും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. കളിയാക്കി ചിരിച്ചവരുടെയും പുച്ഛിച്ചവരുടെയും വേദനിപ്പിച്ചവരുടെയും ഒക്കെ മുന്നിൽ നമ്മൾ വിജയിക്കുക. അവരൊക്കെ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ദിവസം അകലെയല്ല എന്ന് മറന്നു പോവാതിരിക്കുക. താങ്ക് യു സോ മച്ച് എവരിവൺ. ലവ് യു ഓൾ. ഓക്കെ, ഇനി ടീച്ചർ അമ്മയുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളവരൊക്കെ റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടെ. ഒരുപാട് പേർക്ക് പരാതിയാണ്, ഞാൻ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ലേ എന്ന്. അപ്പൊ ആർക്കൊക്കെയാണ് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളത്? റൈസ് ആൻഡ് ഓപ്ഷൻ ഇടും. യെസ്, രഹന അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. രഹന പറയും. ഓ, okay. Ma'am, just I want to tell you something. I'm a person who's seen your videos for the past 2 weeks. okay. Only 5 videos I've seen. But I'll Okay. tell you, ma'am, without entering any of your classes, anything, seeing your smile and all these things, you know, I literally, everything got into my brain. Whatever you say, the concepts I'll take. And also one video, early morning live you came, you were going to temple and tears were literally coming out of your eyes, and that too from gratitude. Yes. That touched me a lot. And whatever you say, you know, I don't know whether it's, I mean, it's sure, 100% sure, it's from the universe, the alignment is there. It goes straight to my heart. And
the brain obeys it, and whatever you say, I don't even have to copy, it goes to my brain. And these 2 weeks, simply by 5 videos of yours, it is working out superbly well. So I Wow. do think this will be quite a different story, in the sense that I just want to. It's not because I'm getting to a higher level, nothing like that. I'm at a lower level only, but still, it is working out superbly well. And one more thing, ma'am, I intend to join your that silver session. Silver membership class. Yeah, Okay. yeah, very soon. This is something I want to share with you. I was Thank you. very happy, and literally I've sent a message to your secretary on this also. Be Okay. so happy, because the way you project it, it immediately reaches my energy. That is my experience from this. Now Very. also, initially I thought, yeah, I'll wait, sit only for 10 minutes. But, Yeah. I didn't even notice the time going. There is Mm. absolutely no time for me also. I mean, it went off just like that. I entered the session. This is what is happening for me every time. So what I'm doing is that, if I open your video, then I will sit with it. But, whenever I have the time, I just watch it for 5 or 10 minutes, and that kicks me a lot. And Wow. I don't think it is working superbly wonderfully within me. Thank you so Very, much, ma'am. Thank you very, so much. Not only very. for me, for many people, you are very helpful. But the thing is that the projection is too good. Thank you so താങ്ക് യു much. താങ്ക് യു സോ മച്ച്. താങ്ക് യു രേന. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. താങ്ക് യു. എല്ലാവരും പറയാറുണ്ട്, വെറുതെ നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന പോലെ ടീച്ചറമ്മ പറയുമ്പോൾ അതിങ്ങനെ ആഴത്തിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. അതിനൊരു പ്രത്യേക സ്കില്ല് തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സ് എന്നിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അത് ഹാർട്ടിലേക്ക് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ശ്രീദേവി പറയൂ. മാം താങ്ക് യു സോ മച്ച്. മാമിന്റെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു 4 ക്ലാസ് അറ്റൻഡ് ചെയ്തു, 4 മാസത്തെ ക്ലാസ്. വെറുതെ ഇരുന്നൊരു വീട്ടമ്മയായിരുന്നു ഞാൻ. മാമിന്റെ ഓരോ വാക്കുകളും കേട്ടപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മളെ യൂണിവേഴ്സ് എന്തിനാണ് ഇങ്ങോട്ട് അയച്ചാൽ, നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ജോബൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. പിന്നെ മാമിന്റെ ഓരോ ക്ലാസ്സുകളും വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ പോരാന്ന് മനസ്സിലായി. ഞാൻ ഒരു ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. മാഡം പറഞ്ഞില്ലേ ഇത്ര നമുക്ക് ഏണിങ് എത്രയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് മന്ത്ലി. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു തുക എഴുതി, എനിക്ക് അത്ര മന്ത്ലി ഏൺ ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ആഴ്ച എനിക്ക് പെട്ടെന്ന് ഒരു ജോബ് സെറ്റായി. ബുധനാഴ്ച മുതൽ എനിക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ എത്രയാണോ സാലറി എഴുതിയിരുന്ന സെയിം എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല, അതേ എമൗണ്ട്. പിന്നെ ഞാൻ ആഗ്രഹിച്ചു ഒരുപാട് വർക്കൊന്നും ഇല്ലാതെ നമുക്ക് റിസ്ക് ഒന്നും ഇല്ലാണ്ട് ഫുള്ള് കുട്ടി അയച്ചിട്ട് എനിക്ക് നേരത്തെ വരണം, അതേ ടൈമും എല്ലാം. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സിനോടും മാമിനോടും. മാമിനെ തന്നത് യൂണിവേഴ്സ് ആണ്. ദൈവം ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഒരു എന്താ ദൈവം തന്നെ ഇങ്ങ് വരില്ലേ, അത് മാമായിട്ടാണ് വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബുധനാഴ്ച ഞാൻ ജോയിൻ ചെയ്യാണ്. പിന്നെ എന്താ ഹെയർ ഗ്രോത്തും ഒക്കെ മാം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ട് അല്ലെ? എല്ലാവർക്കും അഫർമേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള അഫർമേഷൻ, എന്റെ തലമുടി അതല്ലേ, അനുനിമിഷം സമൃദ്ധമായി. ആർക്കെങ്കിലും ഒക്കെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ പിന്നെ ഫേസ് യോഗ ഒക്കെ മാം പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. കുറെ പേര് പറഞ്ഞു നല്ല മാറ്റാണ് എന്ന്. ഒക്കത്തിനും എല്ലാത്തിനും വേറെ ആരോടും നന്ദിയല്ല, മാമിനോട്, യൂണിവേഴ്സിനോട്. പിന്നെ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന ആരൊക്കെയാണോ അവര് മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് കയറി നോക്കുക. അപ്പൊ നമുക്കറിയാം പിന്നീട് വിട്ടു പോകാൻ തോന്നൂല. അപ്പൊ മാം ഇടുന്ന വീഡിയോസിന് താഴെ ഞാൻ ഇങ്ങനെ ഇടും, ലൈഫ് ലോങ് എനിക്ക് കൂടെ നിൽക്കണം. മാനിഫെസ്റ്റ് ആകട്ടെ കേട്ടോ, എത്രയും ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. കൊറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് 100 എണ്ണം എഴുതി വെക്കാൻ പറഞ്ഞു. 100 ഞാൻ കൊറേ ഇപ്പൊ ഒരു 50 കൂടുതൽ കിട്ടും. താങ്ക് യു മാം. വെരി ഗുഡ് സോ മച്ച്. താങ്ക് യു മക്കളെ, താങ്ക് യു ഫോർ ഷെയറിങ്. ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ഒരു മനസ്സുണ്ടായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഓരോ സക്സസും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്റെ ഓരോ സക്സസ്, എന്റെ ഗുരുക്കന്മാരും എത്ര ഗുരുക്കന്മാരുണ്ട് അവരോടൊക്കെ പോയിട്ട് ഞാൻ പറയാം താങ്ക് യു സോ മച്ച്, എന്റെ ലൈഫിൽ ഈ മാറ്റം ഉണ്ടായി. അതാണ് നമ്മൾ ശരിക്കും ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, പ്രജീഷ് പറയും. മൈക്ക് ഓൺ ചെയ്യൂ. മാം, എന്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞാനൊരു 3 വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. ഒരു ഇന്നലെയും ഒരു 2-3 ദിവസം മുമ്പാണ് വീഡിയോ കണ്ടിരുന്നത്. അപ്പോ ഇത് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഒരു ബിസിനസ് ചെയ്തു, ജോലി വിട്ടിറങ്ങി ഒരു ബിസിനസ് ചെയ്തു. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി.
അപ്പൊ മൈൻഡൊക്കെ ആകെ ഡൗൺ ആയി. മൈൻഡ് ഡൗൺ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശാന്തത കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകും. ആ സമയത്ത് കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു പിന്നെ ആശ്വാസം കിട്ടും. ഒരാശ്വാസം ഉണ്ടാവും. പക്ഷെ പിന്നെ വീട്ടിലേക്ക് വരുമ്പോ വീണ്ടും പഴയതുപോലെ തന്നെയാവും. അപ്പോ ഉണ്ടായിരുന്ന ജോലിയും പോയി. അപ്പോ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ ഒരു 3 വീഡിയോയെ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ഇതിനു മുമ്പ് കുറെ മോട്ടിവേഷൻ ട്രെയിനിങ്ങുകളും അതൊക്കെ കണ്ടു. പക്ഷെ ഓരോ ട്രെയിനർമാര് ഒത്തിരി കാശൊക്കെയാ പറയുന്നത്. 10,000, 25,000, ലക്ഷങ്ങളൊക്കെയാ പറയുന്നത്. അപ്പൊ അതൊന്നും കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലില്ല. നമുക്ക് അപ്പോ പറ്റില്ല. നമ്മുടെ ഇപ്പൊ സിൽവർ പറ്റില്ല. ക്ലാസ് ഇപ്പൊ ഒരു 1 മന്ത് ക്ലാസ് ആണ്. അതിന് 1999 രൂപയാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജോയിൻ ചെയ്യും കേട്ടോ. ലൈഫിൽ തീർച്ചയായും മാറ്റം വരും. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും അക്ഷരം പ്രതി ചെയ്ത് നോക്കും. ലൈഫ് മാറി തീർച്ചയായും ചെയ്യാം. 100% ഞാൻ ഗ്യാരണ്ടി തരും. ഇപ്പോ ഈ ഒരു ക്ലാസ്സില് 3 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് ഇന്റർവ്യൂവിന് കോൾ വന്നു തുടങ്ങി. എല്ലാരും നല്ലൊരു കാര്യം എടുക്കാം. ഇന്റർവ്യൂവിന് കോൾ വന്നെന്ന് മാത്രമല്ല, അതൊരു 3 സ്ഥലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റില്ലാത്ത നല്ലൊരു പാക്കേജും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു ഇതില് എനിക്കൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പ്രൊജക്ടും കൂടിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. റിസോർട്ടിന്റെ സെയിൽസ് ആണ്. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഈ സാമ്പത്തിക പ്രശ്നം തീർക്കാം. തീർച്ചയായിട്ടും. അതായത് പ്രജീഷിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ബിസിനസ്സിലും ഗ്രോത്ത് വരും. നമ്മളിലേക്ക് ഇഷ്ടം പോലെ പൈസ വരും. പൈസ മാനിഫെസ്റ്റ് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് സ്റ്റിൽ പോസിറ്റീവ്, ഭയങ്കര ഹാപ്പിയാണ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കാര്യം നമ്മുടെ ഒരു വാക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോരുത്തരും പറയാറുണ്ട്, ഞങ്ങളൊന്ന് അത്രയും തകർന്നു പോകേണ്ട ഒരു കുടുംബം തന്നെ, ഞങ്ങളൊന്ന് അത്രയും സന്തോഷത്തിൽ വരുന്ന ആ ഒരു വാക്കുകൾക്ക് ഇപ്പൊ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതിൽ ഞാൻ ഇനിയും അതുപോലെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. കണക്ട് ആയിരിക്കും എല്ലാവരും. രമ്യ രവി പറയും. താങ്ക് യു മാം. താങ്ക് യു ടീച്ചറമ്മ വിളിച്ചതിന്. ടീച്ചറെ, ഞാൻ ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ഈ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഫസ്റ്റ്. എന്റെ ലൈഫിൽ എന്റെ ടീച്ചറമ്മ ഞാൻ ഇത്രയേറെ സന്തോഷിച്ച ഒരു മാസം എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ ഇത്രയും കാലത്തെ ലൈഫിൽ. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു 2024 ഡിസംബർ. ഹാപ്പി ആയിട്ട് തന്നെ 2025 ജനുവരി സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. സഡൻ ആയിട്ട് ചെറിയൊരു പ്രശ്നം എന്റെ വീട്ടിൽ വന്നു. എന്റെ ഹസ്ബൻഡിന്റെ ജോലി സഡൻ ആയിട്ട് പോയി. 2 ദിവസം ഞാൻ ഡിപ്രഷൻ ആയിരുന്നെങ്കിലും ടീച്ചറിന്റെ ക്ലാസ് ഞാൻ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ തിരിച്ച അലൈൻമെന്റ് സ്റ്റേജിൽ പെട്ടെന്ന് കയറാൻ സാധിച്ചു. എന്റെ ഒരു പഴയ സ്വഭാവം വെച്ചിട്ടായിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡിനോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കോ ഞാൻ ഒരു സമാധാനം കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ആ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്തു. ആരും ഞാൻ ഒരു പാനിക് ആക്കിയില്ല. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. എന്റെ ടീച്ചറെ 3 സ്ഥലത്തുനിന്ന് വേറെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ഏതിന് പോകണമെന്ന് ഒരു കൺഫ്യൂഷനിൽ മാത്രമേ ഉള്ളൂ. അടുത്ത മാസം എന്റെ ഹസ്ബൻഡ് അടുത്ത ജോലിക്ക് കയറും. എന്റെ ടീച്ചറിന്റെ കൂടെ എന്റെ ടീച്ചറമ്മയുടെ കൂടെ ഈ ക്ലാസ്സിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്ര സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞതും എന്റെ ഹസ്ബൻഡ് പുതിയൊരു ജോലിക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും. അത് ടീച്ചർ ധനമായിട്ട് കൊടുക്കുന്ന ദാനത്തെക്കാളും മറുവായിട്ട് കൊടുക്കുന്ന ദാനം ഈ ലോകത്തിന് വളരെ വലുതാണ്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പറയുവാണ്. നന്ദി ടീച്ചറമ്മ, നന്ദി. ഞാൻ എന്നും ടീച്ചറമ്മയുടെ കൂടെ ഉണ്ടാവും. എനിക്ക് പ്ലാറ്റിനം മെമ്പർ ആവണം. ഇനി ഞാൻ ടീച്ചറിനെ വിട്ട് ഞാൻ പോവില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക്. അത്രയ്ക്ക് സന്തോഷം ടീച്ചറമ്മ. പെട്ടെന്ന് പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്യാൻ കഴിയട്ടെ കേട്ടോ. യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രദീപൻ CK പറയുക. പ്രദീപൻ. ഓക്കെ, ലിജോ പറയൂ. ഹായ് ടീച്ചറമ്മ. ഞാൻ ഇതുവരെ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് ഫിനാൻഷ്യൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്, ഫ്രണ്ട്സ് ആയിട്ട് വന്ന പ്രശ്നങ്ങളാണ്. കടബാധ്യതയായിട്ട് വന്നു എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ വന്നപ്പോഴാണ് ഞാൻ സെൽഫായിട്ട് ഞാൻ മോട്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ് കണ്ടത്. അപ്പൊ ടീച്ചറമ്മയുടെ ഫസ്റ്റ് ഞാൻ കണ്ട 11:11 ആണ്. അത് ഞാൻ എഴുതി വെച്ചു. പിന്നെ ടീച്ചറമ്മ പറഞ്ഞു വാട്ട് ഐ വാണ്ട് ടു മാനിഫെസ്റ്റ് സൈസ് ഓഫ് ഡോട്ട്. അതില്ലേ അത് ഞാൻ ചെയ്തു. അതൊരു കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ചെയ്തത് ഇത്രേ ഉള്ളൂ. ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ എനിക്ക് എത്രയും പെട്ടെന്ന് കയറണം എന്നായിരുന്നു ചെയ്തത്. പക്ഷെ 2 ദിവസം മുന്നേ ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ് ഇപ്പൊ ഫെബ്രുവരി ബാച്ചിൽ ജോയിൻ ചെയ്തു. പൈസ ക്യാഷ് അടച്ചു. ഇനിയിപ്പോ ഫെബ്രുവരി ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതെനിക്ക് അതായത് അത്ര രൂപ പോലും എടുക്കാനേ പറയാം, ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു അവസരത്തിലാണ് ഞാൻ പോകേണ്ടിരുന്നത്. അപ്പൊ എനിക്കൊരു തരാനുള്ള ഒരാൾ എനിക്കൊരു 10,000 രൂപ തന്നു. തന്ന വഴിക്ക് ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ ആദ്യം
തീർച്ചയായിട്ടും അത് മോൻ ആ എനിക്ക് 2000 രൂപ അടച്ചെങ്കിൽ അതിന്റെയൊക്കെ ഒരു 100 ഇരട്ടി പുണ്യം തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ടീച്ചറമ്മ പറഞ്ഞ പോലെ സൂയിസൈഡിനെ കുറിച്ച് വരെ ആലോചിച്ച് നടന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. ആ അതായത് 2025 ലാസ്റ്റ് ഒരു മനസ്സിലായി 24 ഒക്കെ 2024 ലാസ്റ്റ് 24 ലാസ്റ്റ് 2025 ഫസ്റ്റ് ആണ് ടീച്ചറമ്മയുടെ വീഡിയോ ഞാൻ കാണുന്നത്. ആ ന്യൂ ഇയറിന് മേഡത്തിന് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു വീഡിയോ. അതെ 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 അതിലാണ് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ കുറേ നോക്കി. പിന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പൊ വിഷൻ ബോർഡ് പറഞ്ഞ പോലെ അതൊക്കെ ഞാൻ ചെയ്തു വെച്ചു. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഇനിയിപ്പോ എന്നെ കൊണ്ട് പറ്റും, സൂയിസൈഡ് എന്നൊരു നോട്ട് വേണ്ട. ഒന്നും ചിന്തിക്കേണ്ട. അതിൽ നിന്നൊക്കെ നമുക്ക് മറികടന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കടബാധ്യത തീർത്ത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കും. കാര്യം അത്രയും ബുദ്ധിമുട്ടിന്ന് കയറി വന്ന ഒരാളെ ടീച്ചറമ്മ. എനിക്കറിയാം ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ നമുക്ക് ആർക്കും സക്സസിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അതെന്തായാലും എനിക്ക് പറ്റും. കാരണം ടീച്ചർമാരുടെ ക്ലാസ് എനിക്ക് അത്രയും മോട്ടിവേഷൻ തരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരുടെ അടുത്തും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. താങ്ക് യു ടീച്ചറമ്മ. എത്ര പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമ്മുടെ ലൈഫ് ഇതുപോലെയുള്ള ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് അത്രയും ഉപകാരപ്പെടട്ടെ കേട്ടോ. താങ്ക് യു. ഓണ വർഗീസ് പറയൂ. അൺമ്യൂട്ട്. ഹായ് മാം, ഫസ്റ്റ് ടൈമാണ് മാമിന്റെ ഒരു സൂം മീറ്റിൽ കയറുന്നത്. ഇപ്പൊ ഒരാഴ്ചയായി, കറക്റ്റ് ഒരാഴ്ചയായി ഞാൻ മാമിന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോ ഫീൽ റിയലി മോട്ടിവേറ്റഡ്. ആക്ച്വലി ഞങ്ങള് യുകെയിലാണ്, ഫാമിലി ആയിട്ട് യുകെയിലാണുള്ളത്. അപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 2024 കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ജോലിയിൽ നിന്നും ഒക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുകയാണ്. കുറച്ച് എന്താ ഡിപ്രഷൻസ് പോലെ എനിക്ക് ഒന്നിലും സക്സസ്ഫുൾ ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും ബേസിക്കലി നാട്ടിലൊരു ടീച്ചറായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഞാൻ ടീച്ചറിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങി. അപ്പൊ ഞാന് കഴിഞ്ഞൊരു വർഷം എൻ്റെ ഇവിടുത്തെ മെയിൻ ജോബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഓൺലൈൻ ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. UK ബേസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് സക്സസ്ഫുൾ ഒക്കെ ആയിട്ടാ പോകുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്ക് എന്താ ഒരു ഹാപ്പിനെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഞാൻ ഒട്ടും സക്സസ്ഫുൾ അല്ല, ഞാൻ ഒട്ടും ഏബിൾ അല്ല. എപ്പോഴും എവ്രി ഡേ 365 ദിവസം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ 2024. ആ 365 ദിവസവും ഞാൻ ഒരു 10-20 പ്രാവശ്യം ഒരു ദിവസം ഞാൻ പറയും ഐ എം നോട്ട് സക്സസ്ഫുൾ, ഞാൻ ഒട്ടും സക്സസ്ഫുൾ അല്ല, ഞാൻ ഫെയിലിയർ ആണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പോ ഈ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ മാമിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. പക്ഷെ ലേറ്റർ ഓൺ വീഡിയോസ് കണ്ടു. ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ തെറാപ്പിയൊക്കെ ഞാൻ അല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരെന്നോട് ജേർണലിംഗ് ചെയ്യൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ഫോളോ ചെയ്തില്ല. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടീച്ചറിന്റെ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ പോയിട്ട് ഇവിടെ നല്ലൊരു ജേർണലിംഗ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജേർണലിംഗ് ബുക്കൊക്കെ വാങ്ങി എവറിത്തിങ് ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. മാം പറഞ്ഞ പോലെ വിഷൻ ബോർഡൊക്കെ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തു. എന്റെ ഈ വർഷത്തെ എന്റെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാം നന്നായി വരട്ടെ. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു സക്സസ് സ്റ്റോറി ഒന്നും അല്ല ഈ 7 ദിവസത്തെ എക്സ്പീരിയൻസ്. നമുക്ക് ആ ഒരു പോസിറ്റീവ് മാറ്റത്തിലേക്ക്, ചേഞ്ചിലേക്ക് ഞാൻ ആ സക്സസ് സ്റ്റോറി എനിക്ക് ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്. സജിത സുകുമാരൻ. ടീച്ചറമ്മ, ടീച്ചറമ്മയുടെ ഇപ്പോഴും 3ാമത്തെ മാസമാണ് സിൽവർ മെമ്പർഷിപ്പില്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ട്, ഞങ്ങളുടെ സ്ഥലം കച്ചവടം, ടീച്ചറോട് ബ്ലെസ്സിങ് വാങ്ങിയിരുന്നു. അപ്പൊ ആ സ്ഥലം ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എല്ലാം തീർക്കാനുള്ള രീതിയിൽ അവർ ഏറ്റെടുത്തു. കരാറ് കഴിഞ്ഞു. വെരി ഗുഡ്. അത് കച്ചവടമായല്ലേ? വെരി ഗുഡ്. സന്തോഷം. ബാങ്കിൽ നിന്ന് കുറച്ച് നമുക്ക് അല്ലെങ്കിൽ കിഴിച്ച് തന്നാൽ മാത്രമാണ് നമ്മുടെ കയ്യില് ഉണ്ടാവുള്ളൂ. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കും. ഓക്കെ, സന്തോഷമായിരുന്നു. അതെല്ലാം നടക്കും. എത്രയും പെട്ടെന്ന് ആ ഹാപ്പിനെസ് കൂടെ ഷെയർ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. യെസ്. വിജയലക്ഷ്മി മാം പറയൂ. യെസ് പറയൂ. നമുക്ക് കുറെ ദിവസമായി മാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം. മാമിനെ എന്നും കാണുന്നുണ്ട് ഞാനിവിടെ. മാമിന്റെ എല്ലാ ഇതും അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലാറ്റിനത്തിൽ കയറണം എന്നാണ് എന്റെ
ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ. എന്തായാലും കയറും. പിന്നെ എന്റെ മോൻ ഇപ്പൊ എക്സാം നടക്കും മാം, ഒന്ന് ബ്ലസ് ചെയ്യണം അവനെ. തീർച്ചയായിട്ടും ടീച്ചറമ്മയുടെ എല്ലാവിധ ബ്ലെസ്സിങ്സും മോനെ എക്സാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു, ലവ് യു. നീതു ലക്ഷ്മി, നീതു കേൾക്കുന്നില്ല. ബിനോയ്, നീതു പറയും. അതെ, ഞങ്ങളുടെ സിൽവർ മെമ്പർഷിപ്പിലുണ്ട്. അപ്പൊ നമ്മള് അഫർമേഷനൊക്കെ ചെയ്യുമ്പോഴേ കേൾക്കുന്നുണ്ടോ? അഫർമേഷൻ ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഇതൊന്നും നടക്കില്ല എന്നൊരു തോന്നല്. നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണം. അപ്പം നീതു പുതിയ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തിയായി വീഡിയോസ് ഒക്കെ കാണുക, ആളുകളുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഡെയിലി 2-3 സക്സസ് സ്റ്റോറീസ് ഒക്കെ കാണുക. അപ്പൊ നമ്മുടെ മൈൻഡ് ബിലീവ് ചെയ്യും അവർക്കൊക്കെ പറ്റിയെങ്കിൽ നമുക്കും പറ്റും എന്നുള്ളൊരു വിശ്വാസം വരും. ഓക്കെ, ലിതിൻ പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ടീച്ചറെ എനിക്ക് പ്ലാറ്റിനം ബ്ലെസ്സിംഗ് പ്ലീസ്. ബ്ലെസ്സിങ്സ് മക്കളെ, ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് അറിയോ എന്റെ അത്രയും പ്രായമുള്ളവനാണ് അവൻ. എന്നെ ടീച്ചർ അമ്മയെന്ന് വിളിക്കും, ഞാൻ അവനെ മക്കളെ. ഓക്കെ ടീച്ചറമ്മ, ക്ലാസ് ഓക്കെ, ബൈ ബൈ. ലവ് യു. അമ്മയടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. വെരി ഗുഡ്. തീർച്ചയായിട്ടും. ടീച്ചറമ്മയ്ക്ക് അടുത്ത ക്ലാസ്സിൽ കയറാൻ സമയമായതുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് എവ്രിവൺ. താങ്ക് യു. ബ്ലെസ്സിങ്സ്. ലവ് യു ഓൾ.